സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിൽ നാഴികക്കല്ലാകും എന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന സർക്കാർ അങ്ങനെ അവകാശവാദം ഉന്നയിച്ചിരുന്ന ഒരു പദ്ധതിയാണ് സിൽവർ ലൈൻ പദ്ധതി അല്ലെങ്കിൽ കെ-റെയിൽ പദ്ധതി എന്നത്. ആ പദ്ധതിയുടെ നടത്തിപ്പുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ കേരളം അത് ഏറ്റെടുക്കുകയും വ്യാപകമായ എതിർപ്പുകളും വിയോജിപ്പുകളും ഉയരുകയും ചെയ്തു. ഒരു കാലഘട്ടത്തിൽ മലയാളികളുടെ ദൈനംദിന സംഭാഷണത്തിൽ കടന്നു വന്ന പേരായിരുന്നു മഞ്ഞക്കുറ്റി എന്നത്. അതായത് സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകുന്ന ഭാഗത്തുകൂടി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് വേണ്ടിയായിരുന്നു മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചത്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളുണ്ടായി. പലയിടത്തും ഈ മഞ്ഞക്കുറ്റികൾ നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് പിഴുതെറിയുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. BJPയും ഒപ്പം കോൺഗ്രസും ആ പദ്ധതിയെ നഖശിഖാന്തം എതിർക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും പദ്ധതിയുമായി മുന്നോട്ട് എന്ന ആവർത്തനമായിരുന്നു സംസ്ഥാന സർക്കാരിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഇപ്പോഴും സിൽവർ ലൈൻ വരും കേട്ടോ എന്ന് പറയുന്ന CPIM അനുഭാവികളും സർക്കാർ അനുഭാവികളും നിരവധിയാണ്. പക്ഷേ ഇപ്പോഴിതാ സംസ്ഥാന സർക്കാരിൻ്റെ സിൽവർ ലൈൻ പദ്ധതിയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് കേരളത്തിൽ അതിവേഗ റെയിൽവേ പാതയ്ക്ക് DPR തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. റെയിൽവേ മന്ത്രാലയം എന്ന പുതിയ വാർത്ത ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയെന്ന വിവരം കൂടി പുറത്തു വരുമ്പോൾ അതിവേഗ പാത എന്നത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ദൈർഘ്യമുള്ള അതിവേഗ പാതയ്ക്ക് വേണ്ടിയുള്ള DPR തയ്യാറാക്കൽ ആണ്. ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ അതിവേഗ പാത എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം കണ്ണൂരിനെ ബന്ധിപ്പിക്കുമ്പോൾ 430 കിലോമീറ്റർ ദൈർഘ്യം ഉള്ള ഒരു പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് തയ്യാറെടുക്കാൻ പോകുന്നത്. 430 കിലോമീറ്റർ ആയിരിക്കും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ഈ അതിവേഗ പാതയുടേത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ അതിവേഗ പാതയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ വേഗത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനുകളിൽ ഏറ്റവും വേഗതയേറിയ സർവീസ് എന്നത് വന്ദേ ഭാരത് ആണ് എന്നത് അറിയാം. ഒരു ക്ലാസ് യാത്ര തന്നെയാണ് അവിടെ വന്ദേ ഭാരത് ഒരുക്കുന്നത് എന്നത് നമുക്കറിയാം. അപ്പോൾ വന്ദേ ഭാരതിനെ കൂടി പിന്നിലാക്കുന്ന തരത്തിൽ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിലാണ് അതിവേഗ പാതയ്ക്കുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DMRCയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നു എന്നതുകൂടിയാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി പുറത്തു വരുന്നത്. 9 മാസത്തിനകം DPR പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കേന്ദ്ര സർക്കാർ എന്ന വിവരമുണ്ട്. മെട്രോമാൻ എന്ന് വിശേഷിപ്പിക്കുന്ന E. ശ്രീധരൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ നടത്തിക്കഴിഞ്ഞു എന്നതാണ് വിവരം. കഴിഞ്ഞ ദിവസം തന്നെ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ഒരു ഫോട്ടോ അശ്വിനി വൈഷ്ണവ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതാ പ്രേക്ഷകർ കാണുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഈ ഫോട്ടോയാണ് റെയിൽവേ മന്ത്രാലയം എന്ന് തന്നെ അല്ലെങ്കിൽ റെയിൽവേ മന്ത്രി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അഭിമാനം ഉള്ള വ്യക്തിയാണ് മെട്രോമാൻ. അദ്ദേഹം ഏറെ പ്രായമുള്ള ഒരാൾ ആണ് എങ്കിൽ പോലും യുവാക്കളുടേതിന് സമാനമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും കാഴ്ചവെക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ള മെട്രോമാനെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം വീണ്ടും ഏൽപ്പിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഈ സിൽവർ ലൈനിൽ നിന്ന് അതിവേഗ പാതയിലേക്ക് ഉണ്ടാകുമ്പോഴുള്ള മാറ്റം, എന്താണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്, അതാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് രഞ്ജിത്ത് രാമചന്ദ്രനാണ്. രഞ്ജിത്ത്, സിൽവർ ലൈൻ പദ്ധതി കേരളം ഒട്ടേറെ ദിവസങ്ങളിൽ തുടർച്ചയായി ചർച്ച ചെയ്ത ഒരു പദ്ധതിയാണ്. ഒട്ടേറെ ന്യൂനതകൾ അതിന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം നമുക്കറിയാം. ചെറിയ സംസ്ഥാനമാണ് എങ്കിലും നീളമുള്ള സംസ്ഥാനം എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അത് വലിയ സമയനഷ്ടം നമ്മുടെ മലയാളികൾക്ക് തന്നെ സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലം. അവിടെയായിരുന്നു സിൽവർ ലൈൻ എന്ന ഒരു പാതയ്ക്ക് രൂപം നൽകുന്നത്. പക്ഷേ അത് കേരളത്തെ രണ്ടായി മുറിക്കും എന്ന ആക്ഷേപം ഉയരുന്നു. അങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾക്ക് കൂടി മറുപടിയാകുന്ന തരത്തിലേക്ക് ഈ അതിവേഗ പാതയെ എങ്ങനെ മാറ്റും, എന്താണ് വിഭാവനം ചെയ്യുന്നത് രഞ്ജിത്ത്? അഭിലാഷ്, സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ചും പിണറായി സർക്കാരിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായി കൊണ്ടുവന്ന ഒന്നാണ് സിൽവർ ലൈൻ എന്ന് നമുക്കറിയാം. കെ-റെയിൽ കോർപ്പറേഷൻ രൂപീകരിച്ച് അതിന് കീഴിൽ കേരളത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായി കൊണ്ടുവന്നതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 532, തിരുവനന്തപുരം കൊച്ചുവേളി ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്ത് വരെ 532 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു പാതയാണ് വിഭാവനം ചെയ്തിരുന്നത്. 200 കിലോമീറ്റർ വേഗത്തിൽ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത്
എത്തുക എന്നുള്ളതായിരുന്നു ഈ പദ്ധതിയുടെ ഒരു വലിയ ലക്ഷ്യമായി അന്ന് മുന്നിൽ കണ്ടത്. അതായത് ഈ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിക്കാൻ 4 മണിക്കൂർ മാത്രം മതി എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ശ്രദ്ധ കൊണ്ടുവന്നത്. 11 ജില്ലകളിൽ കൂടി ഈ റെയിൽപാത കടന്നു പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. 11 സ്റ്റോപ്പുകൾ, ഓരോ ജില്ലകളിലും ഓരോ സ്റ്റോപ്പുകൾ എന്ന രീതിയിൽ 11 സ്റ്റോപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് കേട്ടിരുന്നത് എന്നുള്ളതാണ്. ഓരോ 20 മിനിറ്റുകളിലും ട്രെയിനുകൾ ഓടും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതുമാത്രമല്ല, ഈ പദ്ധതിയുടെ ഭാഗമായി 10,000-ഓളം ആളുകൾക്ക് ജോലി ലഭിക്കും എന്നും സംസ്ഥാന സർക്കാർ പറഞ്ഞു വെച്ച ഒരു പശ്ചാത്തലമുണ്ട്. പ്രതിദിനം 80,000 യാത്രക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിവേഗ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. മഞ്ഞക്കുറ്റിയൊക്കെ സ്ഥാപിച്ച് സ്ഥലം ഏറ്റെടുക്കുന്ന പ്രക്രിയയൊക്കെ സർക്കാർ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുസൃതമായ ഒന്നല്ല ഇത് എന്ന വാദം പരിസ്ഥിതി സ്നേഹികളും നാട്ടുകാരും മറ്റും ഉയർത്തിയ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല എന്നുള്ള വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. 75,000-ഓളം ആളുകളെ കുടിയൊഴിപ്പിക്കും എന്ന വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പശ്ചാത്തലമുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കെല്ലാം ഈ നഷ്ടപരിഹാര തുക നൽകുക എന്ന വലിയൊരു പ്രതിസന്ധി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കൃത്യമായി സർക്കാർ പറഞ്ഞിട്ടില്ല എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. DPR ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ല എന്നുള്ള വിമർശനം ഇതുമായി ബന്ധപ്പെട്ട ഉയർന്ന സാഹചര്യം നമുക്കറിയാം. അങ്ങനെ 64,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഇതെന്ന് പറയുമ്പോഴും അത് തീരുമ്പോഴേക്കും ഇതിൻ്റെ 3 ഇരട്ടി പണമാകും എന്നുള്ള വിമർശനമാണ് ഈ രംഗത്തെ വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ഈ പദ്ധതി നമുക്കറിയാം, നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഒന്ന് ഉറങ്ങിക്കിടക്കുന്ന സാഹചര്യമായിരുന്നു. സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായി ഒന്നും സംസാരിച്ചു തുടങ്ങിയിരുന്നില്ല. ഏതാണ്ട് പദ്ധതി അവസാനിച്ചു എന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഇപ്പോൾ പുതിയ ഒരു പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ മുന്നൊരുക്കമായി 5 ദിവസം മുൻപ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ശ്രീധരനുമായി കൂടിക്കാഴ്ച ഡൽഹിയിൽ നടത്തിയ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ശ്രീധരൻ്റെതായി പറഞ്ഞ് അശ്വിനി വൈഷ്ണവ് പുറത്തുവിട്ട FB പോസ്റ്റിൽ കേരളത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറയുകയും ശബരി പാതയുമായി ബന്ധപ്പെട്ട, ഒപ്പം നഞ്ചൻകോട് പാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ചർച്ചകൾ ഉണ്ടായത് എന്നുള്ള വിശദാംശങ്ങൾ മാത്രമാണ് പങ്കുവച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരം അനുസരിച്ച് ഇത് മാത്രമല്ല, ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു അതിവേഗ റെയിൽപാത വരുന്നു. അത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു പാതയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 430 കിലോമീറ്റർ നീളത്തിലാകും ഈ പാത ഉണ്ടാവുക. നേരത്തെ സിൽവർ ലൈനിലൊക്കെ വിഭാവനം ചെയ്തതുപോലെ തന്നെ 200 കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടി ഓടിക്കാൻ സാധിക്കും. 2.5 മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഓടിയെത്താൻ സാധിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് ഇതോടുകൂടി അന്ത്യമാവുകയും പൂർണ്ണമായും നമ്മുടെ റെയിൽവേയുടെ രീതിക്ക് കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായി പങ്കാളിത്തമുള്ള സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാകും അതിവേഗ പാത എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം ഇതിനകത്ത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ജനവാസ മേഖലകളെ ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ തുരങ്കങ്ങളും മേൽപ്പാലങ്ങളും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു പാതയാണ് വിഭാവനം ചെയ്യുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെ നമുക്കറിയാം, ഈ സിൽവർ ലൈൻ പദ്ധതി പ്രായോഗികമല്ല എന്ന് പലതവണ ആവർത്തിച്ച ആൾ കൂടിയാണ് ഈ ശ്രീധരൻ എന്നത് ഇതിനോട് ചേർത്ത് വെക്കണം. നിലവിൽ റെയിൽവേ ലൈൻ പദ്ധതി ഇല്ലാത്ത സ്ഥലങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട്, നമുക്കറിയാം പല ജില്ലകളിലും ചില ജില്ലകളിലൊന്നും ഇപ്പോൾ റെയിൽവേ ലൈൻ പദ്ധതികളില്ല. ആ ജില്ലകൾക്ക് കൂടി മുൻഗണന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ റെയിൽപാത ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DMRCയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് ഏത് സമയത്തും തുറക്കാം എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് കേവലം ഒരു പദ്ധതി മാത്രമല്ല, കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായി മാറും എന്നുള്ള തരത്തിലാണ് കേന്ദ്ര സർക്കാർ ഇതിനെ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിവേഗം ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്നും മനസ്സിലാകുന്നു. ഏതായാലും ഈ ശ്രീധരൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടവുമാണ് ഈ പദ്ധതിയെ കുറച്ചുകൂടി ഒരു കളർഫുൾ ആക്കുന്നത്. അത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അത്തരമൊരു പദ്ധതി വരും എന്ന് നമുക്ക് ഉറച്ചു പറയാൻ സാധിക്കുന്നത് കൂടി അതുകൊണ്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം, ഡൽഹി മെട്രോയുടെ വിജയശില്പിയാണ്. കൊച്ചി മെട്രോയും പാലാരിവട്ടവും പാലവും ഒക്കെ പൂർത്തിയാക്കി വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുൻനിരയിൽ നിന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ശ്രീധരൻ എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ്
ഇത്തരത്തിൽ വലിയൊരു പദ്ധതിക്ക് സ്ഥലമേറ്റെടുക്കാതെ സാധാരണക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ തുരങ്കങ്ങളും മേൽപ്പാലങ്ങളും പണിതുകൊണ്ട് ഈ പദ്ധതിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിലാഷ്. യെസ്, അതായത് രഞ്ജിത്ത് പറയുന്നതനുസരിച്ച് സിൽവർ ലൈൻ എന്നത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യത കണ്ടിരുന്നത് ഒന്ന് നിലവിലെ റെയിൽപാതയുമായി ബന്ധമുള്ള ഒരു പ്രൊജക്റ്റ് അല്ല. ഇത് പൂർണ്ണമായും മറ്റൊരു വഴിയിലൂടെ കടന്നു പോകുന്ന പ്രൊജക്റ്റാണ് എങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ റെയിൽപാതകളെ തന്നെ ബന്ധിപ്പിച്ചുകൊണ്ടോ അതിനെ കൂടി ഭാഗമാക്കിക്കൊണ്ടോ ആ ഭൂപ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടോ ആയിരിക്കും പുതിയ പദ്ധതി എന്ന് വേണമല്ലേ പ്രതീക്ഷിക്കാൻ. ഒപ്പം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുണ്ട്. അവിടെ എല്ലാ തരത്തിലുമുള്ള, അതായത് കുന്നിൻ പ്രദേശങ്ങളുണ്ട്, ഇടനാട് പോലെയുള്ള പ്രദേശങ്ങളുണ്ട്, താഴ്വരകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം ബന്ധിപ്പിക്കുമ്പോഴാണ് പലപ്പോഴും ഇത് കേരളത്തെ രണ്ടായി വിഭജിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യമായ ഇടങ്ങളിൽ തൂണുകളിലൂടെ ഈ പണിയുക, അതായത് പാലങ്ങളുടെ സ്വഭാവത്തിലുള്ള നിർമ്മാണം നടത്തുക, മറ്റിടങ്ങളിൽ തുരങ്കങ്ങൾ, അതായത് കുന്നുകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് തുരങ്കങ്ങൾ ആവശ്യമാണ് എങ്കിൽ അതിലൂടെ കടന്നു പോകുക. അപ്പോൾ ജനവാസ മേഖലകളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് അതാണല്ലേ വിഭാവനം ചെയ്യുന്നത്. അതാണ് നേരത്തെ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളമുണ്ടായ വലിയ പ്രക്ഷോഭ പരിപാടികൾ നമ്മൾ ഓർത്തെടുക്കണം. കാരണം ഒരു പദ്ധതി വരുന്നു, അതിൻ്റെ കൃത്യമായ വിവരം ജനങ്ങൾക്കുണ്ടാവുന്നില്ല, നഷ്ടപരിഹാരം സംബന്ധിച്ച് യാതൊരു ധാരണയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നില്ല, അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ പങ്കുവെക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവുന്നില്ല. സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ഉണ്ടായൊരു വലിയൊരു ആശങ്കയുണ്ട്. ആശങ്കയുടെ പ്രതിഫലനമായാണ് അന്ന് വലിയ പ്രക്ഷോഭ പരിപാടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നത്. മഞ്ഞക്കുറ്റി എന്ന പ്രയോഗമൊക്കെ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് ഈ മഞ്ഞക്കുറ്റികൾ പലതും പിഴുതെറിയുന്ന കാഴ്ചകളിലും കേരളം സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഇനിയും ഉണ്ടാകും എന്നുള്ള മുൻകൂട്ടിയുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് ഏറ്റവും പ്രധാനമാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ജനവാസ മേഖലകളിൽ കഴിവതും പരമാവധി മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാതെ, ഇപ്പോൾ ജനവാസ മേഖലയിൽ കൂടി പോകാൻ സാധിക്കുകയുള്ളൂ എന്നൊരു പ്രശ്നം വന്നാൽ അവിടെ തൂണുകൾ സ്ഥാപിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഒപ്പം തുരങ്കങ്ങൾ നിർമ്മിച്ച് ജനവാസ മേഖലയുള്ള സ്ഥലങ്ങളിൽ പാറക്കൂട്ടങ്ങളും മലകളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തുരങ്കങ്ങൾ നിർമ്മിച്ചുള്ള തരത്തിലുള്ള പാത ഉണ്ടാകും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഈ ശ്രീധരൻ ചില ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിച്ച അനുസരിച്ച് ഒരു തരത്തിലും ജനങ്ങൾക്ക് ദോഷം വരാത്ത രീതിയിലാകും പദ്ധതി എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുള്ള ഒരു രൂപരേഖയാണ് തയ്യാറായി വരുന്നത് എന്നുള്ളതാണ്. എത്ര സമയത്തിനകം പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും എത്ര തുക ചെലവ് വരും, ഈ പണം എങ്ങനെ കണ്ടെത്തുമെന്ന കാര്യത്തിലൊക്കെ വിശദമായ ഒരു രൂപരേഖ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പൊന്നാനിയിൽ ഒരു ഓഫീസ് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരി 1 മുതൽ ഒരുപക്ഷെ ഈ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചേക്കും എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ ആവശ്യമായ ജീവനക്കാരെ അടക്കം നിയമിച്ചു വരികയാണ് എന്നറിയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിൽ വലിയ തൃപ്തിയുണ്ട് എന്നും ഈ ശ്രീധരൻ ഓൺലൈൻ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു പശ്ചാത്തലം ഉണ്ട്. ശരിക്കും ഈ കേരളിൻ്റെ വഴി പൂർണ്ണമായും അടയുന്ന ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ സിൽവർ ലൈനിൻ്റെ ഒരു വഴി പൂർണ്ണമായും അടയുന്ന ഒരു പശ്ചാത്തലവും ഒരു ജനകീയ പാതയായി പുതിയ വേഗപാതയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുമാണ് ഇപ്പോൾ കേന്ദ്രം നടത്തുന്നത്, ഈ ശ്രീധരൻ നടത്തുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അഭിലാഷ്, രാഷ്ട്രീയം നോക്കിയല്ല, കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും ആവാസ വ്യവസ്ഥയും കണക്കിലെടുത്താണ് ഈ പദ്ധതി എന്നും കേരളത്തെ വിഭജിക്കുന്ന സിൽവർ ലൈനുമായി ഇതിന് ബന്ധമുണ്ടാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിലാഷ്, തീർച്ചയായും അവിടെ മെട്രോമാനെയാണ് ഇതിന് നേതൃത്വം നൽകാൻ ഏൽപ്പിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുമ്പോൾ ഇപ്പോഴും ആധുനിക എഞ്ചിനീയറിംഗിൽ റെയിൽവേയിലെ ഒരു വിസ്മയം എന്ന് തന്നെയാണ് അതിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് എന്നത് നമുക്കറിയാം. ഒപ്പം ഡൽഹി മെട്രോ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും വിപുലമായ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഡൽഹി മെട്രോയും ഇത്തരത്തിൽ തുരങ്കപാതകളിലൂടെയും മേൽപ്പാലങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒന്നാണ്. അതിന് നേതൃത്വം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ പാമ്പൻ പാലത്തിന് ചില പ്രതിസന്ധികളുണ്ടായ ഘട്ടത്തിൽ അതിൻ്റെ പുനർനിർമ്മാണം ഏതാണ്ട് 46 ദിവസം കൊണ്ട് റെക്കോർഡ് വേഗതയിൽ പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം നൽകി. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പാലാരിവട്ടം പാലം അതിന് തകർച്ച ഉണ്ടായി എന്ന് റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിൽ അതിൻ്റെ പുനർനിർമ്മാണത്തിനടക്കം നേതൃത്വം നൽകിയിട്ടുള്ള മെട്രോമാൻ. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട് രഞ്ജിത്ത്, അതായത് ഈ വന്ദേ ഭാരത് സർവീസ് കേരളത്തിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ കേന്ദ്രത്തെ പോലും അത്ഭുതപ്പെടുത്തിയത് അതിൻ്റെ ഒരു ഡിമാൻഡ് ആയിരിക്കും. 100% മുകളിലേക്ക് ബുക്കിംഗ് പോകുന്ന സംസ്ഥാനമാണ് കേരളം എന്നതാണ് ഞെട്ടിക്കുന്നത്. അതായത് അതിൽ എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടോ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് അതിലേറെ ആളുകൾ
അത് ബുക്ക് ചെയ്യുകയാണ്. കൂടുതൽ ആവശ്യക്കാരുണ്ട്, അങ്ങനെ സീറ്റുകൾ നൽകാൻ പറ്റാത്തൊരു സാഹചര്യം വന്ദേ ഭാരതിനുണ്ടാകുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂട്ടായി വന്ദേ ഭാരത് മാറുന്നു. അപ്പോൾ ഈ സിൽവർ ലൈൻ പോലെ ഉള്ള പദ്ധതികൾക്ക് പകരം അതിവേഗ പാത വരുമ്പോൾ അതിനേറെ ആവശ്യക്കാരും ഉണ്ടാകും, അല്ലെങ്കിൽ യാത്രക്കാർ ഏറെയുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നത്? നമുക്കറിയാം, നമ്മുടെ റെയിൽവേ സൗകര്യങ്ങൾ പരിമിതമാണ്. അതായത് നമുക്ക് ജനസാന്ദ്രത ഏറെ കൂടുതലുള്ള, സ്ഥലപരിമിതി ഉണ്ട് എങ്കിൽ പോലും ജനസാന്ദ്രത ഏറെ കൂടുതലുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നറിയാം. ട്രെയിനുകൾ എത്ര അനുവദിച്ചാലും അതിനുള്ള ഡിമാൻഡ് വളരെ വലുതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ റെയിൽവേ വികസനമൊക്കെ ഈ 10 വർഷമായി അതിലൊരു വലിയ കുതിപ്പ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിന് മുൻപുള്ള കാലഘട്ടത്തിലൊക്കെ ഡബിൾ ലൈൻ ആക്കുന്ന സംവിധാനങ്ങൾ, ആവശ്യത്തിന് ട്രെയിൻ ഓടിക്കുന്ന സംവിധാനങ്ങളിലൊക്കെ നമ്മൾ വളരെ പുറകോട്ടായിരുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. നമ്മൾ ഈ കേന്ദ്ര റെയിൽവേ മന്ത്രിമാരോട് കൂടുതൽ തീവണ്ടികൾ വേണം എന്നാവശ്യപ്പെടുമ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾക്കില്ലല്ലോ, നിങ്ങളുടെ പാളങ്ങൾ നിറഞ്ഞാണല്ലോ ഇപ്പോൾ തീവണ്ടികൾ ഓടുന്നത് എന്ന ചോദ്യം പല റെയിൽവേ മന്ത്രിമാരും പങ്കുവച്ചുവെന്ന് സംസ്ഥാനത്തെ പ്രതിനിധികൾ നമ്മളോടൊക്കെ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ഇത്തരം ഒരു പാതയുടെ ആവശ്യകത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകളിൽ വലിയ തോതിലുള്ള ആളുകളുണ്ട്. അമൃത് ഭാരത് ട്രെയിനുകൾ കുറഞ്ഞ ചിലവിൽ ആരംഭിക്കാൻ പോകുന്നു. നമ്മുടെ ഷട്ടിൽ സർവീസുകൾ, നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള ഷട്ടിൽ സർവീസുകൾ മെമു സർവീസുകളായി മാറിയപ്പോൾ അതിൽ നിന്ന് തിരിയാനാവാത്ത വിധം യാത്രക്കാരുള്ള ഒരു പശ്ചാത്തലം അതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ റെയിൽവേ സംവിധാനം എത്ര വലിയ തോതിൽ ലഭിച്ചാലും അതിനാവശ്യക്കാരുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അവിടെയാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ വലിയൊരു പ്രായോഗികത. ഇപ്പോൾ വന്ദേ ഭാരത് തിരുവനന്തപുരത്ത്, എറണാകുളത്തോ തിരുവനന്തപുരത്തോ ഒക്കെയുള്ള ആളുകൾക്ക് രാവിലെ വേണമെങ്കിൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തെത്തി ഓഫീസ് ജോലി ചെയ്ത് തിരിച്ചു പോകാൻ പറ്റുന്ന സംവിധാനത്തിലൊക്കെയുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ വന്നപ്പോൾ അതുണ്ടാക്കിയ മാറ്റം ചില്ലറയല്ല. നേരത്തെ നമ്മുടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ ദേശീയപാതയുടെ പണി നടക്കുന്നു. അവിടെയൊക്കെ ഈ പറയുന്ന പോലെ ആളുകൾക്ക് സഞ്ചരിച്ചെത്തുക എന്ന് പറയുന്നത് അപ്രായോഗികമായ കാര്യമാണ്. അവിടെയാണ് ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ പ്രസക്തി വലിയ തോതിൽ കൂടിയത്. അതുമായി ചേർത്ത് വെക്കുമ്പോൾ ഈ സിൽവർ ലൈൻ പദ്ധതി പോലെ തന്നെ ഒരു അതിവേഗ പാത വരുമ്പോൾ സ്വാഭാവികമായും അതിന് ഉപഭോക്താക്കൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. റെയിൽവേക്ക് ലാഭകരമായ സർവീസായി അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ പഠനം ഈ ശ്രീധരൻ നടത്തിയതും പ്രോജക്റ്റ് അശ്വിനി വൈഷ്ണുവിന് മുന്നിൽ, കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചതുമാണ്. അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ, അല്ലെങ്കിൽ കൊച്ചുവേളി മുതൽ കണ്ണൂർ വരെ ഒരു 2.5 മണിക്കൂർ കൊണ്ട് എത്താം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജനജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായിരിക്കും, വിപ്ലവകരമായിരിക്കും. അക്കാര്യത്തിൽ സംശയമില്ല. ആ പഠനങ്ങൾ കൂടി, ആ ഒരു ഡിമാൻഡ് കൂടി കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തരം ഒരു പാതയുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും നമുക്ക് അല്പസമയത്തിനകം തന്നെ, അതായത് CV അനുമോദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ഈ ശ്രീധരനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോഴും ഈ ശ്രീധരൻ പോകുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. ഒരുപക്ഷെ ഇത്തരത്തിലൊരു ഒഫീഷ്യലായ അനൗൺസ്മെൻറ്റ് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാകേണ്ടത് എന്നത് നമുക്കറിയാം. അതുകൊണ്ടുകൂടിയായിരിക്കാം ഈ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്ന്. അതായത് രഞ്ജിത്ത്, നമുക്ക് ആ പോസ്റ്റിലൂടെ, അതായത് അശ്വിനി വൈഷ്ണവിൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അശ്വിനി വൈഷ്ണവ് 5 ദിവസം മുൻപ്, നമുക്ക് മനസ്സിലാകുന്ന 17-ാം തീയതിയാണ് അഭിലാഷ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നത് എന്നുള്ളതാണ്. അശ്വിനി വൈഷ്ണവിനെ, കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ഡൽഹിയിലെത്തി മെട്രോമാൻ ഇ ശ്രീധരൻ കാണുകയായിരുന്നു. അദ്ദേഹവുമായി കോൺസ്റ്റൻ്റായി കോൺടാക്റ്റ് ഉള്ള ഒരാൾ കൂടിയാണ് ഇ ശ്രീധരൻ എന്ന് നമ്മൾ ഓർത്തെടുക്കണം. കാരണം കേരളത്തിലെ മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള റോഡ്, റെയിൽ, പാലം അടക്കമുള്ള കാര്യങ്ങളുടെ വികസന പദ്ധതികൾക്കൊക്കെ മെട്രോമാൻ്റെ ഉപദേശം തേടാറുണ്ട് പലപ്പോഴും അശ്വിനി വൈഷ്ണവ് എന്ന കാര്യം അദ്ദേഹം പ്രസംഗങ്ങളിലൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 5 ദിവസം മുൻപ് മെട്രോമാനെ കാണുകയും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നത് ഇത്തരത്തിൽ കേരളത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്തു. നഞ്ചൻകോട് പാത എത്രയും പെട്ടെന്ന് അതിൽ ഉള്ള ഡബിളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ പുരോഗതി, നിർമ്മാണ പുരോഗതി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നതുകൂടിയായിരുന്നു സന്ദർശന ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൽ ഇത്തരം ഒരു പാതയെക്കുറിച്ച് ഒരുപക്ഷെ ഈ ശ്രീധരൻ, മെട്രോമാനൊക്കെ ഈ കാര്യങ്ങളിൽ പിന്നീട് ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കാമെന്നൊക്കെ പറയുന്നത് സർക്കാർ വലിയൊരു തോതിൽ ഒരു പ്രഖ്യാപനമായി വെക്കാനിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയൊരു പ്രഖ്യാപനമായി തന്നെ കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിൽ ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആ ഒരു പ്രഖ്യാപനം സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടാകും. കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ നാളെ നരേന്ദ്രമോദി കേരളത്തിലെത്തുകയാണ്. അവിടെ നമുക്ക് 2 വന്ദേ ഭാരത് അമൃത് ഭാരത് ട്രെയിനുകൾ നമുക്ക് പ്രഖ്യാപിക്കുന്ന ഒരു സമയം കൂടിയുണ്ട്. അത് കേരളത്തിലെ ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും, പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലൊക്കെ സ്റ്റോപ്പുള്ള സാധാരണക്കാർക്കായി ഏതാണ്ട് വന്ദേ ഭാരതിൻ്റെ
സൗകര്യത്തിൽ തന്നെ യാത്ര ചെയ്യാവുന്ന തീവണ്ടികളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കേരളത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ മെട്രോമാൻ പലപ്പോഴും ഭാഗമാകാറുണ്ട്. അവിടെ തന്നെയാണ് ഈ പറഞ്ഞ പോലെയുള്ള ചർച്ചകൾ സംഭവിച്ചത് എന്നുള്ളതാണ്. അവിടെ ഈ ശ്രീധരൻ പറയുന്നത്, നമ്മൾ അൺഒഫീഷ്യലായിട്ട് നമ്മളോടൊക്കെ പറയുന്ന കാര്യം വളരെ പ്രധാനമാണ്. അതായത് എത്ര പണം ചെലവ് വരുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൃത്യമായി തന്നെ ഇനിയിപ്പോൾ കണക്ക് കൂട്ടേണ്ടതുണ്ട്. രണ്ട്, എത്ര ഭൂമി വേണ്ടി വരുമെന്ന കാര്യത്തിലും വ്യക്തത പറയേണ്ടതുണ്ട്. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, എത്ര കാലം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും എന്നത്തേക്ക് ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ സാധിക്കും, ഇത്തരം കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായ ഒരു പഠനം നടത്തി അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആധികാരികമായ രീതിയിലുള്ള പ്രോജക്റ്റ് തയ്യാറാക്കലായിരിക്കും ഉണ്ടാവുക. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ കെ-റെയിൽ പ്രോജക്റ്റ് ഇനി നടക്കില്ല. അതിന് പകരമുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അഭിലാഷ്.